ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 50 വർഷം മാത്രം കാലാവധിയുള്ള ഒരു ഡാം ഇന്ന് 129 വർഷം എത്തിയിരിക്കുകയാണ്. അപ്പൊ ഡാം പൊട്ടിക്കെത്തിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ 6 ജില്ലകൾ ഇല്ലാണ്ടാവും. 1 കോടിയിലധികം ജനങ്ങളുടെ ജീവനും നഷ്ടപ്പെടും. ഇത്രയും വലിയൊരു ആപത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ആ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് അതിന്റെ സപ്പോർട്ടിങ് കുറഞ്ഞു വന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം വയനാട് നടന്ന ദുരന്തം, അപ്പൊ അതിന്റെ വ്യാപ്തിനേക്കാളും 10,000 ഇരട്ടി മടങ്ങാണ് വരാനിരിക്കുന്ന മുല്ലപ്പെരിയാർ ദുരന്തം എന്ന് പറഞ്ഞപ്പം ജനങ്ങളെല്ലാം പാനിക്കായി. നല്ലൊരു രീതിയിൽ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് ഈ പെറ്റീഷനൊക്കെ ഷെയർ ചെയ്യുന്ന ഭാഗമായിട്ടും ചില അധികാരികൾ കാണേണ്ട രീതിയിൽ കണ്ടിട്ടുണ്ട്. അത് കൊള്ളേണ്ട രീതി കറക്റ്റ് ആയിട്ട് കൊള്ളിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ ഷെയർ ചെയ്ത ഒരു പോസ്റ്റർ നിങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നല്ല. ഈ ഒരു 1986 ഈ ഒരു പാട്ടക്കരാർ പുനഃപരിശോധന പറഞ്ഞ് സുപ്രീം കോടതി ഇപ്പൊ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇത് ഭയങ്കര വലിയൊരു സംഭവമാക്കിയതിന്റെ പേരിൽ ഇത്തരം സാഹചര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഗവൺമെന്റുകളാണ് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളാണ്. അപ്പൊ അവർക്ക് അത് ചെയ്യാൻ പറ്റണില്ല. ഏതൊരു മഹാദുരന്തം നടന്നാലും അത് ജീവിതവും ജീവനും നഷ്ടപ്പെടുന്ന സാധാരണ ജനങ്ങൾക്കാണ്. അപ്പൊ ഇനി വരാൻ പോണ ദുരന്തം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യാനുള്ള പെറ്റീഷൻ സമർപ്പിക്കാം. 3 കോടിയോളം നാട്ടിൽ നിന്ന് ഒരു 20 ലക്ഷം പേരുടെ ഒപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊരു ഇമ്പോർട്ടൻസ് കിട്ടുള്ളൂ. അപ്പൊ പരമാവധി ഷെയർ ചെയ്യാം. ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അറിയണം ഇത്രയും വലിയൊരു ആപത്ത് നടക്കാനിരുന്നിട്ട് ഇത്രയും ജനങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന അധികാരികൾക്കെതിരെ ജനങ്ങൾ സോഷ്യൽ മീഡിയ വഴി സമരത്തിന് മുന്നോട്ടിറങ്ങുന്നത്. അപ്പൊ എല്ലാവരും കൂടെ നിൽക്കുക, എല്ലാവരും സപ്പോർട്ട്